നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മോഹൻലാൽ എന്ന നടനെ പറ്റിയും നടന വൈഭവത്തെ പറ്റിയും നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 50 വർഷത്തോളം ആവാറാവുന്നു അല്ലേ. 2030 ആകുമ്പോഴേക്കും 50 കൊല്ലമാവും. പക്ഷേ ഈ നടൻ ഇനിയും 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 മലയാളികളെ എന്തിനാണ് ഞെട്ടിക്കുന്നത് എന്നുള്ളതിന് സത്യമായിട്ട് എനിക്കൊരു മറുപടിയില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകരായ നിങ്ങളോട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടു. പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ, അതായത് തുടരുമെന്ന ചിത്രത്തിൽ മോഹൻലാലിലെ വില്ലനായിട്ടെത്തിയ പ്രകാശ് വർമ്മ, അദ്ദേഹം ഒരു ആർട്ട് ഫിലിം ഡയറക്ടറാണ്. അദ്ദേഹം മോഹൻലാലിനെ വെച്ചിട്ട് വിൻസ്മേറ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ആ അഡ്വർടൈസ്മെൻറ്റ് ശരവേഗത്തിലാണ് വൈറലായി മാറിയത്. നാളിന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ജ്വല്ലറി കൺസെപ്റ്റ്സിനെയും തകിടം മറിച്ചും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് പ്രകാശ് വർമ്മ ഈ ആഡ് കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മോഹൻലാൽ വന്നൊന്ന് അഭിനയിച്ചു, കഴിഞ്ഞു, തീർന്നു. വിൻസ്മേറ എന്ന ജ്വല്ലറി കമ്പനിയും ആ പരസ്യവും ഒന്നും രണ്ടിലധികം തവണയും കണ്ട നാട്ടുകാരുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മോഹൻലാൽ എന്ന നടൻ ജ്വല്ലറി അണിഞ്ഞ് ആ ജ്വല്ലറിയെ എൻഹാൻസ് ചെയ്ത് ആ ജ്വല്ലറിയോട് പ്രണയം തോന്നുന്ന രീതിയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ തോന്നിയത്?